ഇന്ന് രാവിലെ 9:10 ദോഹയിലേക്ക് പുറപ്പെട്ട കരിപ്പൂരിൽ നിന്ന് ദോഹയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് വീണ്ടും തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സാങ്കേതിക തകരാർ മൂലം വിമാനം പറന്നുയർന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം ഫ്ലൈ ചെയ്തതിനു ശേഷമാണ് വീണ്ടും തിരിച്ചിറക്കിയത്. 9:10 പുറപ്പെട്ട വിമാനം ഏതാണ്ട് 11:10 കൂടിയാണ് വീണ്ടും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് തന്നെ തിരിച്ചിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറെന്ന് പറയുമ്പോൾ ക്യാബിനകത്തെ AC-യുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില സാങ്കേതിക തകരാറാണ് വിമാനം തിരിച്ചു വിളിക്കാൻ കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ആ ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും വിമാനം സുരക്ഷിതമായി തന്നെ തിരിച്ചിറക്കുകയും അതിൽ ഏതാണ്ട് യാത്രക്കാരെല്ലാവരും തന്നെ 175 യാത്രക്കാരും 7 കുട്ടികളും വിമാന ജീവനക്കാരും ഉൾപ്പെടെ ഏതാണ്ട് 188 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ സുരക്ഷിതമായി തന്നെ പുറത്തിറക്കാനും കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ ഈ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ, അതായത് AC-യുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തകരാറാണ് വിമാനം തിരിച്ചിറക്കാൻ കാരണമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. ഈ സാങ്കേതിക തകരാറ് പരിഹരിച്ചതിന് ശേഷം ഇപ്പോൾ അല്പം മുമ്പ് ഏതാണ്ട് 2:10 വിമാനം ഇതേ യാത്രക്കാരുമായി തിരിച്ചു പോയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുവരെ കരിപ്പൂരിൽ തന്നെ ഈ യാത്രക്കാർ തുടരുകയും അവർക്ക് വേണ്ട മറ്റു സംവിധാനങ്ങളെല്ലാം തന്നെ കരിപ്പൂർ അധികൃതർ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും അടിയന്തരമായാണ് വിമാനം തിരിച്ചിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ വളരെ സുരക്ഷിതമായ മുഴുവൻ യാത്രക്കാരെയും സുരക്ഷിതമായി തന്നെ പുറത്തെത്തിക്കാനും പിന്നീട് വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിച്ച് ആ യാത്രക്കാരുമായി വിമാനം ദോഹയിലേക്ക് തന്നെ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.